tripping hard to get out of bed. She never looked that way at me. I swear she's fucking with my head. Take me far away. ഹലോ ഗൈസ്, നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് ബിൽബാവോ, സ്പെയിനിൽ നിന്ന്. ബിൽബാവോ എന്നുള്ളത് ഒരു തുറമുഖ നഗരമാണ്, മനസ്സിലുണ്ട്. ഒരു പോർട്ട് സിറ്റി എന്നാണ് ബിൽബാവോനെ അറിയപ്പെടുന്നത്. അതോടെ ബിൽബാവോ സ്പെയിനിലാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഇറങ്ങിയ ശേഷം, ഈ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ശേഷം, ബസ്സിൽ വലിയ ആളുകളൊന്നും ഇല്ല കേട്ടോ, വളരെ ചുരുക്കം ഗസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ പോയിട്ട് നിങ്ങൾക്ക് കാഴ്ചകളും കാണിച്ചു തരാം. പിന്നെ അതോടെ ഇവിടുത്തെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇറങ്ങിയ ശേഷം ഞാൻ നിങ്ങൾക്ക് കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ ബാക്കിയുള്ള വിശേഷം ഉണ്ടായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. From pain, take me far away, far from yesterday. This ain't a love story, it's a funeral. Darling, damn, you look beautiful. You're killing my heart, it's the usual. Killing my heart, it's the usual. All you do is waste my time. Done being a victim of your phony love. All you do is waste my time. ഈ ബിൽബാവോ എന്നുള്ള സ്ഥലം ഉണ്ടല്ലോ, ഒരു മലയോര മേഖല പ്രദേശമാണ്. ഞാൻ വരുമ്പോൾ തന്നെ ഒരുപാട് എന്താ പറയുക, കുന്നും ചെരുവുകളും മലകളും ഞാൻ കണ്ടു. അതായത് അതിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഈ ബിൽഡിങ്ങുകളും. അതായത് ഈ മലനിരകൾ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കടലാണ്, മനസ്സിലാട്ടോ. ഞാനിപ്പോൾ ഇവിടെ സിറ്റിയിൽ എത്തിക്കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ ദൂരമുണ്ട് സിറ്റി സെൻറ്ററിലേക്ക്. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവിടെ എത്തിയ ശേഷം ഞാൻ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ കണ്ടില്ല, ഇപ്പോൾ അത്യാവശ്യം മഴയുണ്ടെന്നാണ് തോന്നുന്നത്. മഴയുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ബ്ലോക്കിങ്ങിന്. എല്ലാവരും കുട പിടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം മഴയുണ്ടോ ഇല്ലോ എന്നുള്ളത്. ഒരു മോഡലുണ്ട്, രാവിലെ മുതൽ വെയിലില്ല ഇവിടെ, കംപ്ലീറ്റ് ഒരു മോഡലാണ്. സിറ്റി സെന്ററിൽ എത്തിയാലേ അറിയുള്ളൂ മഴയുടെ എന്താ അവസ്ഥ എന്നുള്ളത്. പിന്നെ അവിടെ എന്താ എക്സ്പ്ലോർ ചെയ്യാനുള്ളതും കൂടെ ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ബിൽബാവോ വടക്കൻ സ്പെയിനിലെ ഒരു നഗരമാണ്. ബിസ്കോ പ്രവിശ്യയിലെയും ബാസ്ക് രാജ്യത്തെയും മൊത്തത്തിലുള്ള ഏറ്റവും വലിയ നഗരമാണിത്. 2024 കണക്കനുസരിച്ച് 3,47,342 ജനസംഖ്യയുള്ള ഇത് സ്പെയിനിലെ 11ാമത്തെ വലിയ നഗരവും വടക്കൻ സ്പെയിനിലെ ഏറ്റവും വലിയ നഗരവുമാണ്. ബിൽബാവോ മെട്രോപൊളിറ്റൻ പ്രദേശത്ത് 10,37,847 നിവാസികളുണ്ട്. വടക്കൻ സ്പെയിനിലെ ഏറ്റവും ജനസംഖ്യയുള്ള മെട്രോപൊളിറ്റൻ പ്രദേശമാണിത്. ഗൈസ്, നമ്മളങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങിട്ടോ. ഇവിടെ മഴയുണ്ട്, പക്ഷെ അത്ര വലിയ മഴയൊന്നുമില്ല, ചെറിയൊരു പാറ്റിലാണ്. അപ്പൊ ഇവിടെ ഇതൊരു വലിയൊരു സിറ്റി ആണോ. എനിക്ക് എങ്ങോട്ടൊക്കെ നടന്ന് എന്തൊക്കെ കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും എന്നെ കൊണ്ട് കഴിയണ രീതിയിൽ ഞാൻ ഇവിടെ നിന്ന് നടന്ന് കാണിച്ചു തരാം. അതൊക്കെ കാഴ്ചകളൊക്കെ അത്യാവശ്യം. ഇവിടെ ഒരു യേശു ക്രിസ്തുവിന്റെ ഒരു സ്റ്റാച്ചു, വലിയൊരു സ്റ്റാച്ചു ഒക്കെ കാണുന്നുണ്ട് ഈ എന്താ പറയുക, ഈ സിറ്റിയുടെ ജംഗ്ഷനിൽ തന്നെ. അപ്പൊ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മരങ്ങളൊക്കെ വെച്ചുകൊണ്ട് വിശ അടിപൊളിയാക്കിണ്ട് ഇവിടെ ഈ സ്ഥലങ്ങളൊക്കെ. ഗ്രേറ്റർ ബിൽബാവോയിലെ കൊമാർക്ക് സ്പെയിനിലെ 5ാമത്തെ വലിയ നഗരപ്രദേശമാണ്. ഗ്രേറ്റർ ബാസ്ക് മേഖല എന്ന് നിർവചിക്കപ്പെടുന്ന പ്രധാന നഗരപ്രദേശം കൂടിയാണ് ബിൽബാവോ. ഇതൊരു എന്താ പറയുക, അതിവിശാലവും അതിമനോഹരമായ ഒരു സിറ്റിയാണ് കേട്ടോ. ഒരുപാട് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഈ സിറ്റി കിടക്കുന്നത്. എങ്ങോട്ടാ പോകേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ. അത്രയും വലിയൊരു സിറ്റിയാണത്. യൂറോപ്യൻ കൺട്രീസിൽ എവിടെ വന്നാലും നമ്പർ 1 നമുക്ക് കാണാൻ കഴിയും. അത് കണ്ടോ, വളരെയധികം ദൂരം യാത്ര ചെയ്യുന്ന വരിക ക്യാമ്പറോൺ ഏരിയകളൊക്കെ. ഇവിടെ ഈ യൂറോപ്പില് സ്പെയിനിലോട്ട് കടന്നു കഴിയുമ്പോൾ ഇതുപോലുള്ള അത്യാവശ്യം നല്ല എന്താ പറയുക, അത്രയും സ്ട്രക്ചറൽ ആയിട്ടുള്ള ബിൽഡിങ്ങുകളായിരിക്കും, നല്ല മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. ഇനി നമ്മുടെ അങ്ങോട്ടുള്ള വീഡിയോസ് കംപ്ലീറ്റ് സ്പെയിനിൽ നിന്നാണ് കേട്ടോ. വാലൻസിയ, മലാഗ, ഞാൻ ഓൾറെഡി പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ അവിടെ എന്തെങ്കിലും വ്ളോഗ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയും മനോഹരമായ സ്ഥലങ്ങളാണ് ഇതൊക്കെ. എന്തായാലും വ്ളോഗിലൂടെ അതെല്ലാം കാണിച്ചു തരാം. ഇപ്പോഴും കണ്ടോ ഇതുപോലുള്ള ഈ പാർക്കുകളൊക്കെ, അതായത് അത്യാവശ്യം
നല്ലൊരു റിലാക്സ് ചെയ്യാനുള്ള സ്പേസ് ആണ് ഇതൊക്കെ ഈ കാണുന്നത്. എത്ര വലിയ വലിയ മരങ്ങളാണ് ഇവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കണം. വർഷങ്ങളോളം പഴക്കമുള്ള മരങ്ങളാണ് ഇതൊക്കെ. ഇപ്പോഴും മുറിക്കാതെ ഒരു തണലായിട്ട് എല്ലാവർക്കും ഒരു അസോസിയേറ്റീവാണ് മരങ്ങളിവിടെ വളർന്നു വെച്ചത്. പെറ്റ് അങ്ങനെ ഒന്നും ഇവർ ചെയ്തിട്ടില്ല. സിറ്റി അതിനനുസരിച്ച് അവർ ഡെവലപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മരങ്ങളൊന്നും ഇവർ വെട്ടി നശിപ്പിച്ചിട്ടില്ല. ഇവിടെ എത്ര വലിയ വലിയ മരങ്ങളാണ് ഇവിടെ ഇവർ ഈ വെച്ച് പിടിപ്പിച്ചിരിക്കണം. അത്യാവശ്യം വർഷങ്ങളോളം പഴക്കമുള്ളതാണ് ഈ ഏരിയയൊക്കെ. പക്ഷെ അതിനത്രയും അവർ ഇത്രയും സിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ മരങ്ങളൊന്നും നശിപ്പിക്കുകയോ അങ്ങനൊന്നും ഇവരോട് ചെയ്തിട്ടില്ല. ഉണ്ടാവും ഒരു പാർക്കിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കണം. ഒരു പാർക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു എന്താ പറയുക, ഒരു കുന്നിൻ ചെരുവാണ്. അതിനിവർ കുറച്ചൊരു പാർക്കിൻ്റെ ഒരു സെറ്റപ്പിൽ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. അവിടെ ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നോക്കിയിട്ട് എന്താന്ന് വായിച്ചു പോട്ടെ, വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്ക് ഈ പാർക്കിൽ കണ്ടോ ജസ്റ്റ്, അതായത് ദ മെമ്മറി ഓഫ് ദ വിക്ടിംസ് ഓഫ് ദ കൊറോണ വൈറസ് പാൻഡമിക് വിൽ ഓൾവേസ് ലീവ് ഓൺ ഇൻ ദി ഹേർട്ട് ഓഫ് ബിൽബാവോ. കേട്ടോ, കൊറോണ വൈറസിൽ മരിച്ചവരുടെ എന്താ പറയുക, അവരൊരു മെമ്മറിക്കായിട്ടാണ് അവർ ജസ്റ്റ് ഇതൊന്നും ഇവിടെ സ്ഥാപിച്ചിരിക്കണം. ഈ മരത്തിൻ്റെ പേരെന്താ, ഇത് എനിക്കറിയില്ല. മരത്തിൻ്റെ പേരാണോ അവർ കൊടുത്തിരിക്കണം അറിയില്ല. സിക്യോയ സെംപെർവിയർസ്. ഇതൊരു സ്പാനിഷ് വേർഡാണ് കേട്ടോ. സ്പെയിനിലായതുകൊണ്ട് പിന്നെ ഒരു സ്പാനിഷിലേക്കാണ് ഇവിടെ എഴുതിയിരിക്കണം. സ്പാനിഷും പിന്നെ വേറൊരു ലാംഗ്വേജ് കൂടെ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് എന്തായാലും അങ്ങോട്ടുള്ള കാഴ്ചയുള്ള കിട്ടുപോയി. ഈ മരം കണ്ടോ എത്ര ഭംഗിയുണ്ടത്. സ്നോഫോളൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല മനോഹരമായിരിക്കും കാണാം. ക്രിസ്മസ് ടൈമിലൊക്കെ ഇതുപോലുള്ള ട്രീസ് ഡെക്കറേറ്റ് ചെയ്യാൻ നല്ല ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ നല്ല മനോഹരമായിരിക്കും കാണാൻ. ഒരുപാട് മരങ്ങളുണ്ട് ഈ പാർക്കിൽ. മഴ കൂടാൻ തുടങ്ങി. ഇവിടെ ട്രാമുകളൊക്കെ പാസ് ചെയ്ത് പോണതുണ്ടോ. നമുക്കെന്തായാലും ഇവിടെ ഗുഗൻഹെയിം, അതായത് ബിൽബാവോയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിയം കേട്ടോ ഗുഗൻഹെയിം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ നിന്ന് ഒരു 700-800 മീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് അതിൻ്റെ ചുറ്റുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. മഴയുണ്ട് ഇപ്പോഴും. മഴ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ മോർണിംഗ് തൊട്ട് ഇവിടെ ഈ പാറ്റിൽ ചെറിയൊരു മഴ എന്താ പറയുക, ഒരു പാറ്റിലിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഇവിടെ നിന്നുണ്ട് ആ കാണുന്നുണ്ട് ഗുഗൻഹെയിം മ്യൂസിയം. ഇതാണ് ബിൽബാവോയിലെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ്. അത് എന്താ പറയുക, ചെറിയൊരു നദിയുടെ കരയിൽ തന്നെയാണ് ഇതുവരെ പണിതിരിക്കുന്നത്. ഇതിൻ്റെ ചുറ്റും ഉണ്ടോ വലിയ വലിയ കമ്പനികൾ. അത്യാവശ്യം എനിക്കറിയില്ല, ഇതേതോ ഇബർദ്രോള എന്നാണ്. ഇവിടെ സ്പാനിഷ് ഏതെങ്കിലും കമ്പനി ആയിരിക്കും അത്. ഇവിടെ കണ്ടോ ഒരു ബ്രിഡ്ജ് പണിതിരിക്കുകയാണ്. വുഡൻ കൊണ്ടാണ് ഇവർ ഈ ബ്രിഡ്ജ് ഇവിടെ പണിതിരിക്കണം. നമുക്കെന്തായാലും അങ്ങോട്ട് പോകും ഗുഗൻഹെയിമില്ല. പിന്നെ അവിടെയുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ പിന്നെ പോയ പാർക്കില്ല, അത് ഇവിടുത്തെ സിറ്റി പാർക്കാണ് കേട്ടോ. അതാണ് ഇവിടുത്തെ സിറ്റി പാർക്ക്, മെയിൻ സെൻട്രലുള്ളൊരു പാർക്ക്. നമുക്കിനി അങ്ങോട്ട് പോകും ഗുഗൻഹെയിമിൻ്റെ അവിടെ പോകാം. ആ മ്യൂസിയം ഒന്ന് അതെങ്ങനെ ഉള്ളിൽ കയറുമ്പോൾ പ്രൊസീജിയർ അറിയില്ല. അങ്ങനത്തെ അവിടെ പോയി നോക്കി. ഇവിടെ മഴയാണ്, എൻ്റെ മുടിയൊക്കെ എന്നായിരുന്നു കുളമായി. ഒരു രക്ഷയില്ലാത്ത സ്ഥലമുണ്ട് ഇവിടെ. മഴ അതൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. വലിയൊരു ബിൽഡിങ്ങാണ് അവർ പണിതിരിക്കണം എന്ന് നോക്കുക. അതിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയൊരു ബ്രിഡ്ജും ഉണ്ട് കേട്ടോ. ആ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല അടിപൊളിയായിരിക്കും കാഴ്ച. നല്ല ഫോട്ടോ ഫ്രെയിം ആയിരിക്കും അവിടെ നിന്ന്. കണ്ടോ അത്യാവശ്യം വലിയൊരു കെട്ടിടമാണ് കേട്ടോ ഈ ഗുഗൻഹെയിം മ്യൂസിയം. സൈഡിൽ ഗിറ്റാറൊക്കെ വായിക്കുന്നത്. സ്പെയിനിന്റെ വടക്കൻ മധ്യഭാഗത്താണ് ബിൽബാവോ സ്ഥിതി ചെയ്യുന്നത്. ബിസ്കെ ഉൾക്കടലിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ തെക്ക് സാമ്പത്തിക സാമൂഹിക വികസനം സ്ഥിതി ചെയ്യുന്നതും ബിൽബാവോയുടെ അഴിമുഖം രൂപപ്പെടുന്നതുമായ സ്ഥലമാണിത്. ശരാശരി 400 മീറ്റർ ഉയരമുള്ള 2 ചെറിയ പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ടതാണ് ഇതിന്റെ പ്രധാന നഗരകേന്ദ്രം. ബിസ്കെ ഉൾക്കടലിൽ താഴ്ന്ന മർദ്ദ സംവിധാനങ്ങളും നേരിയ വായുവും ഇതിന്റെ കാലാവസ്ഥയെ രൂപപ്പെടുത്തുന്നു. ഇത് ഐബീരിയൻ മാനദണ്ഡങ്ങൾക്കനുസൃതമായി വേനൽക്കാല താപനിലയെ മിതമാക്കുന്നു. കുറഞ്ഞ സൂര്യപ്രകാശവും ഉയർന്ന മഴയും നൽകുന്നു. വാർഷിക താപനില പരിധി അതിന്റെ അക്ഷാംശത്തിന് കുറവാണ്. ഇവിടെ കണ്ടോ വലിയൊരു എന്താ പറയാ
എട്ടുകാലി ചിലന്തി അല്ലേ? ചിലന്തിയുടെ ഒരു രൂപം സ്റ്റാച്ചു പോലെ പണിത് വെച്ചിരിക്കണം. ഇതിന്റെ പ്രത്യേകത എന്താന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ പലരും ഇവിടെ കുറെ പേര് ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു ബ്രിഡ്ജ് തന്നെയാണ് ഇവിടെ പണിതിരിക്കണം. എന്താല്ലേ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ആ ബ്രിഡ്ജ് കാണാൻ, ആ കളറിങ് ചെയ്തിരിക്കണത്, ആ പെയിന്റിങ് കാര്യങ്ങളും, പിന്നെ ആ സൈഡ് കണ്ടോ അവിടെ ചുമർ ചിത്രം കാര്യങ്ങളൊക്കെ, വാൾ പെയിന്റിങ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഭാഗത്തൊക്കെ. നമുക്ക് എന്തായാലും ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാട്ടോ. ഒരു ഷോപ്പിംഗ് മോൾ സെറ്റപ്പ് ഒക്കെ ആയിരിക്കും ഈ മ്യൂസിയത്തിന്റെ ഉള്ളിൽ, നമ്മൾ ഇവിടെ ബെൽഫാസ്റ്റിൽ കണ്ട പോലെ. നോക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ ഉള്ളിലേക്ക് പോണ കാര്യം നടക്കില്ല കേട്ടോ. ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്. പക്ഷെ അതിനുള്ളിൽ കയറി എത്ര നേരം, എത്ര സമയം കൊണ്ട് നമുക്ക് ഇറങ്ങി വരാൻ പറ്റുന്നത് നമുക്കറിയില്ല. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് വല്ല പുറത്തു പോയത്. ഞാൻ അവിടെ നിന്ന് അങ്ങനെ പുറത്തിറങ്ങിട്ടോ. കാരണം അതിൻ്റെ ഉള്ളിൽ കയറി എത്ര സമയം കൊണ്ട് നമുക്ക് പുറത്തിറങ്ങി വരാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ അതിൻ്റെ ഉള്ള പ്രത്യേകത എന്താന്ന് പോലും എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അതൊന്നും എനിക്ക് വിശദീകരിച്ച് നോക്കിയിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ഉള്ളിൽ കയറും. കാരണം എൻ്റെ കയ്യിൽ ഇപ്പം ഇനി ഒരു 1 hour മാത്രമേ സമയം. കാരണം അതിനുള്ളിൽ ഇവിടെ നിന്ന് 45 മിനിറ്റോളം ഉണ്ട് സമയം തിരിച്ചു പോകാൻ. അപ്പം ആ സമയത്തിനുള്ളിൽ എനിക്ക് തിരിച്ചെത്തും വേണം. അത്യാവശ്യം ഒരു ക്രൗഡ് തന്നെ ഉണ്ട് ഇവിടെ ഇതിന്റെ മുന്നിൽ. പിന്നെ അതുകൂടാതെ ഈ കാണുന്ന ഫ്ലവേഴ്സിന്റെ ഒരു സെറ്റപ്പ്, ഈ ഒരു സ്റ്റാച്ചു പോലുള്ളതില്ലേ, ഗുഗൻഹൈം മ്യൂസിയത്തിന് മുന്നിൽ വളരെ പോപ്പുലറായിട്ടൊരു സംഭവം കൂടെയാണ്. അവിടെ കുറെ സ്പാനിഷിൽ കുറെ കലാകാരന്മാര് ഗിറ്റാറോ മ്യൂസിക് വായിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ ഇവര് ഈ ക്യാപ്പും ആ ഡ്രസ്സും കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ അവരെ കാണാൻ കണ്ടോ ഇത് സംഭവം ആ പുള്ളിക്ക് വേണ്ടി ഗിറ്റാർ വായിച്ച് ഒരു മ്യൂസിക് എന്ന് ഷോ ചെയ്തപ്പോ അതിന്റെ ഒരു ക്യാഷ് അവിടെ കൊടുക്കണ്ടോ അവർക്ക്. ഇത് വളരെ ഫേമസ് ആണ് ഈ കാണുന്ന ഒരു സെറ്റപ്പ്. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇത് എന്തുകൊണ്ടാണ് ചെയ്തിരിക്കണമെന്നല്ല, കുറെ ഫ്ലവേഴ്സും ചെടികളും കൊണ്ട് ഇവർ അലങ്കരിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയില്ല, ഇതൊരു പാറയിൽ കൊത്തുപണി നടത്തിയതാണോ ഒന്നും അറിയില്ല. അത്യാവശ്യം തിരക്കും ടൂറിസ്റ്റുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ഫേമസ് ആണ് കേട്ടോ ഈ മ്യൂസിയവും. പിന്നെ അതുകൂടാതെ തന്നെ ഇതിന്റെ ഈ മുന്നിലുള്ള ഈ സ്റ്റാച്ചു ഒക്കെ എല്ലാവരും കൂടെ ഒന്ന് ഫോട്ടോസ് എടുക്കണം. ഒരുപാട് എല്ലാ ടൂറിസ്റ്റുകളും ബിൽബോയിൽ വരുന്നത് ഇവിടേക്ക് തന്നെയാണ്. പിന്നെ ഈ ചർച്ചും കാര്യങ്ങളൊക്കെ കാണാനും. ഇതിന്റെ ഉള്ളിൽ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷെ അവിടെ നമുക്ക് കയറി ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ ഉള്ളിലൊന്നും പോയി ഒന്നും ചെയ്തില്ല. അപ്പോൾ എന്തായാലും ഇവിടെയുള്ള ഈ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ച് നമുക്ക് ഈ വ്ലോഗ് മെല്ലെ ഇവിടെ നിന്ന് അവസാനിപ്പിക്കാം. എന്തായാലും ഇതെല്ലാം ഇവിടുത്തെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ടോ. അത്യാവശ്യം എന്താ പറയാ, IT പാർക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് ഇവിടെ തോന്നുന്നത്.
ഇവിടെ സൈഡൊക്കെ അത്യാവശ്യം കഫേ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓപ്പൺ ആവുന്നില്ല കേട്ടോ ഇവിടെയൊക്കെ. ഇത്ര നേരം മഴയായിരുന്നു ഇവിടെ എല്ലാം. നമ്മൾ അവിടെ നിന്ന് കണ്ട ആ ഒരു ബിൽഡിംഗ് ബിൽബാവിന്റെ സിറ്റി വ്യൂവിന്റെ ബസ്സാണ്, ഡബിൾ ഡെക്കറാണ്. ഈ കാണുന്നത് ഇവിടുത്തെ സെൻട്രൽ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഉണ്ട്. ഷോപ്പിംഗ് സെന്ററും ഷോപ്പിംഗ് മാളുകളെല്ലാം കൂടിയുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ കണ്ടോ കുറേ സൈക്കിളുകൾ. നമുക്ക് ഈ സിറ്റിയിൽ അത്യാവശ്യം ഈ സൈക്കിളുകളെ പേയ്മെന്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയും. ജാക്ക് ആൻഡ് ജോൺസിന്റെയും ഐക്കിയയുടെ ഒക്കെ ബ്രാൻഡ്സ് ഇവിടെ ഈ ഒരു ഷോപ്പിംഗ് സെന്ററിൽ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ സെന്റർ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്. ഇവിടെ ട്രാമുകൾ പോണതുണ്ടോ? ട്രാം തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്സ് ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിൽ. ഞാൻ എന്തായാലും തിരിച്ച് ബസ്സിൽ കയറി കേട്ടോ. ബാക്കിയുള്ള കാഴ്ചകൾ ബസ്സിൽ നിന്ന് കാണിച്ചാൽ. 13-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ശക്തരായ ഹാരോ കുടുംബത്തിന്റെ തലവനായ ഡീഗോ ലോപ്പസ് വി.ഡി. ഹാരോ സ്ഥാപിച്ചതിനു ശേഷം കാസ്റ്റീൽ കിരീടത്തിൽ ഗണ്യമായ പ്രാധാന്യം ആസ്വദിച്ച ബാസ്ക് രാജ്യത്തിന്റെ വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ബിൽബാവോ. ബിസ്കായൻ ക്വാറികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത കമ്പിളി, ഇരുമ്പ് ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലുടനീളം കയറ്റുമതി ചെയ്യുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള അതിന്റെ അഭിവൃദ്ധി പ്രാപിച്ച തുറമുഖ പ്രവർത്തനമായിരുന്നു ഇതിന് കാരണം. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ബിൽബാവോയിൽ വൻതോതിലുള്ള വ്യവസായവൽക്കരണം നടന്നു. ബാഴ്സലോണയ്ക്ക് ശേഷം സ്പെയിനിലെ ഏറ്റവും കൂടുതൽ വ്യാവസായികവൽക്കരിക്കപ്പെട്ട രണ്ടാമത്തെ മേഖലയുടെ കേന്ദ്രമായി ഇത് മാറി. അതേസമയം അസാധാരണമായ ഒരു ജനസംഖ്യാ വിസ്ഫോടനം നിരവധി സമീപ മുനിസിപ്പാലിറ്റികളെ പിടിച്ചെടുക്കാൻ പ്രേരിപ്പിച്ചു. ഇന്ന് ബിൽബാവോ ഒരു ഊർജ്ജസ്വലമായ സേവന നഗരമാണ്. അത് തുടർച്ചയായ സാമൂഹിക, സാമ്പത്തിക, സൗന്ദര്യാത്മക പുനരുജ്ജീവന പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നു. ഐക്കണിക് ബിൽബാവോ ഗുഗൻഹെയിം മ്യൂസിയം ആരംഭിച്ചതും വിമാനത്താവള ടെർമിനൽ, ദ്രുതഗതാഗത സംവിധാനം, ട്രാം ലൈൻ, അസ്കുന സെൻട്രോവ, നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അബൻഡോയ്ബോറ, സൊറാസോറെ നവീകരണ പദ്ധതികൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യ നിക്ഷേപങ്ങളാൽ ഇത് തുടരുന്നു. ബാസ്ക് കളിക്കാരെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും സ്പാനിഷ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ക്ലബ്ബുകളിൽ ഒന്നായതിനാലും ബാസ്ക് ദേശീയതയുടെ ഒരു പ്രധാന പ്രതീകമായ ഫുട്ബോൾ ടീം അത്ലറ്റിക് ക്ലബിന്റെ ആസ്ഥാനം കൂടിയാണ് ബിൽബാവോ. 2010 മെയ് 19 ബിൽബാവോ നഗരത്തെ സിംഗപ്പൂർ നഗര സംസ്ഥാനം നൽകുന്ന ലീ കുവാൻ യു വേൾഡ് സിറ്റി സമ്മാനം നൽകി അംഗീകരിച്ചു. നഗരവൽക്കരണത്തിനുള്ള നോബൽ സമ്മാനമായി കണക്കാക്കപ്പെടുന്ന ഇത് 2010 ജൂൺ 29 വിതരണം ചെയ്തു. 1990 മുതൽ ബിസ്കായൻ തലസ്ഥാനം അനുഭവിച്ച നഗര പരിവർത്തനത്തെ അംഗീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഫൗണ്ടേഷൻ, ദി സിറ്റി മേയേഴ്സ് ഫൗണ്ടേഷൻ ഓരോ 2 വർഷത്തിലും നൽകുന്ന 2012 വേൾഡ് മേയർ സമ്മാനം 2013 ജനുവരി 7 അതിൻ്റെ മേയറായ ഇനാക്കി അസ്കുനയ്ക്ക് ലഭിച്ചു. 2017 നവംബർ 8 അന്താരാഷ്ട്ര സംഘടനയായ അക്കാദമി ഓഫ് അർബനിസം നൽകുന്ന ദി അർബനിസം അവാർഡ്സ് 2018 ബിൽബാവോ 2018 മികച്ച യൂറോപ്യൻ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടു.